റഹ്മാനും റഹീമുമായ അല്ലാ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ ഇല്ലാത്തവരാണ്, ഞങ്ങൾ അറിവില്ലാത്തവരാണ്. ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂൽ ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ റഹ്മാനെ, ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാ, ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ. എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. എല്ലാ ശർറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹറമിലെത്തിക്കണേ അല്ലാ. പരിശുദ്ധമായ അറഫയുടെ മണ്ണിൽ ഹജ്ജിന്റെ വേളയിൽ ഹജ്ജുൽ അക്ബറായി ഒരുമിച്ച് കൂടാൻ മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മദനിയും കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാ. എല്ലാവരെയും നീ കാണുന്നുണ്ടല്ലോ അല്ലാ, നീ അറിയുന്നുണ്ടല്ലോ അല്ലാ. ആരാണ് ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയത്, ദിക്ർ ചൊല്ലിയത്, സ്വലാത്ത് ചൊല്ലിയത്, ഹദ്ദാദ് ചൊല്ലിയത്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയത്? അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചത് യാ അല്ലാഹ്, വിഷമങ്ങൾ അനുഭവിക്കുന്നവര്, വീടില്ലാത്തവര്, വിവാഹപ്രായമായവര്, മക്കളില്ലാത്തവര്, ഹജ്ജിന് പോകുന്നവര്, യാത്ര തിരിച്ചവര്, പോകാനിരിക്കുന്നവര്, അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് വലഞ്ഞവര്, യാ അല്ലാഹ്, ഒരുപാട് സംഖ്യകൾ കിട്ടാനുള്ളവര്, വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് അറിയിച്ചവര്, യാ അല്ലാഹ്, മക്കളുടെ കാര്യത്തിൽ ദ്വാരക്കാൻ പറഞ്ഞവര്, ഭർത്താവിന്റെ കാര്യത്തിൽ ദ്വാരക്കാൻ പറഞ്ഞവര്, അല്ലാഹുവേ, കുടുംബത്തിന്റെ വിഷയങ്ങളിൽ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവര്, അല്ലാഹുവേ, ഞങ്ങളെ ഖുതുബിയത്തിലേക്ക് ആടിനെ തന്നവർ, അതിന്റെ ക്യാഷ് അയച്ചവർ, അല്ലാഹുവേ, ഖുതുബിയത്ത് മജ്ലിസിലെ പങ്കെടുക്കുന്നവർ, അതിനു വേണ്ടി സഹായിച്ചവർ, അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മുടെ ഖുതുബിയത്തിന്റെ മജ്ലിസ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കണേ. ഖുതുബിയത്തിന്റെ മജ്ലിസിലേക്ക് വരണേ. എല്ലാവരും നാളെ നടക്കുന്ന ഖുതുബിയത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. നന്നായി ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മജ്ലിസിൽ ദുആ ചെയ്യണം. എല്ലാവരെയും നാളത്തെ ഖുതുബിയത്തിന്റെ മജ്ലിസിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ മജ്ലിസിലേക്ക് സഹായിച്ചവർ എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. എന്തെല്ലാം നീയത്തുകൾ ഓരോരുത്തരുടെയും ഖൽബിലുണ്ടോ, ആ നീയത്തുകൾ മുഴുവനും നീ ഹസുലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മദനിയും കുടുംബത്തെ നീ വെറുതെയാക്കല്ലേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ, മടക്കല്ലേ അല്ലാ. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഖൈറിന്റെ വാതിലുകൾ നീ തുറക്കണേ അല്ലാ, നാഫിയായ ഇൽമു തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് നന്നായി പഠിക്കാനുള്ള ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് നന്നായി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നന്നായി പഠിക്കാനുള്ള നല്ല ഓർമ്മശക്തിയും നല്ല ഖൽബും നല്ല മനസ്സും നീ നൽകണേ അല്ലാ. അങ്ങനെ അവരെ ഖൽബിനെ നീ റാഹത്തിലാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ നല്ല പ്രതിഭകളാക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും ഞങ്ങളെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും നീ കാക്കണേ റഹ്മാനേ. എല്ലാ ദിവസവും 7:30 മണിക്ക് തുടങ്ങി 9:30 മണിക്ക് അവസാനിക്കുന്ന മജ്ലിസാണ് മദനിയ മജ്ലിസ്. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം.
എല്ലാവരോടും പങ്കെടുക്കാൻ വേണ്ടി പറയണം, പ്രചാരണം നൽകണം, പരമാവധി ആളുകളിലേക്ക് ലിങ്കുകൾ ഷെയർ ചെയ്യണം. നാളത്തെ ഖുതുബിയ്യത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. ഖുതുബിയ്യത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കണം. ഒരുപാട് മുറാദുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്കും ഒരുപാട് മുറാദുകളുണ്ട്. എല്ലാം റാഹത്തിലാകണം. നന്നായി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ മജ്ലിസിലെ റബ്ബിലേക്ക് കൈകൾ നീട്ടണം. നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവരെയും ആ മജ്ലിസിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് പള്ളങ്കോടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരുപാട് നാടുകളുണ്ട്. ആ നാടുകളിൽ പരപ്പ, അതുപോലെ തന്നെ നമ്മുടെ ഈശ്വരമംഗലം, അതുപോലെ കൊറ്റയാടി, അതുപോലെ അഡൂർ, അങ്ങനെ തുടങ്ങി ഇതിന്റെ പരിസര പ്രദേശങ്ങൾ ധാരാളം, മുള്ളേരിയ ഭാഗങ്ങളിലുള്ള മദനീയം കുടുംബങ്ങൾ ധാരാളം. അവരെല്ലാവരെയും പ്രചാരിപ്പിക്കുകയും നിങ്ങളൊക്കെ അവരൊക്കെ ആളുകളൊക്കെ കൂട്ടി മജ്ലിസിലേക്ക് വരികയും ചെയ്യണം. വരുന്നവർക്കൊക്കെ ഭക്ഷണവും അവിടെ റെഡിയാണ്. അപ്പൊ എല്ലാവരും പരമാവധി ആളുകളെ ആ പരിപാടിയിലേക്ക് കൊണ്ടുവരും. നേരിട്ട് പങ്കെടുക്കുന്ന മജ്ലിസ് അവസരം കിട്ടും, അങ്ങനെ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ മാസം നേരിട്ട് നമ്മുടെ മജ്ലിസിലേക്ക് വന്ന ഒരു സഹോദരി ഉമ്മ, ആ ഉമ്മാന്റെ മകന് വിദേശത്ത് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഒരുപാട് തവണ പോയി പൊട്ടി പരാജയപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നാസർഹാജിന്റെ വീട്ടില് ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഉമ്മ വന്നിരുന്നു. ഉസ്താദേ, എന്റെ മകന് ഒരുപാട് പ്രാവശ്യമായി ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കൊടുക്കുകയാണ്, എല്ലാത്തിലും പൊട്ടിപ്പോവും. എത്രയോ എന്നോട് പറഞ്ഞു, എന്തായാലും 10ന്റെ മുകളിൽ. അങ്ങനെ ഓരോ തവണയും പൊട്ടും, ബേജാറാകും. എന്തായാലും അവനിക്കിത് കിട്ടണം എന്ന വലിയ ആഗ്രഹമാണ്. അങ്ങനെയുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്നത്തെ മജ്ലിസിലേക്ക് വന്നതെന്ന് അറിയിച്ച് ആ മകനോട് ഞാൻ പറഞ്ഞു, മകനോട് എന്നെ ബന്ധപ്പെടാൻ പറയണം. നമ്മുടെ ആ ടെസ്റ്റിന് വേണ്ടി, അടുത്ത ടെസ്റ്റിന് വേണ്ടി പോകുന്നതിന് മുമ്പ് എന്നെ ബന്ധപ്പെടാൻ പറയണം. അവൻ എന്നെ ബന്ധപ്പെട്ടു. ഖുതുബിയത്തിലേക്ക് നേർച്ചയാക്കാൻ പറഞ്ഞു. നമ്മൾ അന്നത്തെ മജ്ലിസിൽ ദ്വാരന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 40ഓളം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ പോയി. അൽഹംദുലില്ലാഹ്, ഉടനെ പാസ്സായ ഉടനെ എനിക്ക് പോകുമ്പോഴെനിക്ക് ഇവരെ അറിയിച്ചു. പോയി കഴിഞ്ഞ് വന്നപ്പോഴും, ഉസ്താദ്, ഞാൻ ഇപ്രാവശ്യം ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിച്ചിട്ടുണ്ട് എന്നറിയിച്ചു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ, വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുന്ന ഒരു മജ്ലിസാണ് ഖുതുബിയ്യത്തിന്റെ മജ്ലിസ്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ആ മഹത്തായ മജ്ലിസിലേക്ക്. എല്ലാവരും വരണം, ആ പരിപാടിയിൽ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസുലാക്കി തരട്ടെ.